നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡ്. അതെ, റൈറ്റ് സൈഡിൽ കാണുന്ന വസ്തു ഏതാണ്ട് 40 സെന്റിന് പുറത്തുണ്ട്. അതിനകത്തൊരു വീടുമുണ്ട്. ഇതും കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അന്ന് വില പറഞ്ഞതാ, ഫിലിപ്സാറുമായിട്ട് അവർ വില പറഞ്ഞതാ. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനൊന്നും നമ്മൾ അന്ന് ഗവനിച്ചില്ല. കെട്ടി നിൽക്കുന്നത് അതിനകത്തുള്ള വസ്തു. അതെ, അവിടെയുണ്ട് ഒരു 20 സെന്റ്. അത് ഇവിടെ തന്നെ ഏകദേശം 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഈ മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ആ കാണുന്ന ആ കാട് പിടിച്ചിറക്കുന്ന ആ വസ്തു സൂം ചെയ്താൽ അത്രയും ക്ലിയർ ആവത്തില്ല, എന്നാൽ ലെഫ്റ്റ് സൈഡായിട്ട് വരും. അതെ, സ്റ്റേജിന്റെ നമ്മുടെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന പന്തലിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇത്രയും കൈ എടുത്താൽ തന്നെ ഏതാണ്ട് 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഇവിടെ തന്നെയുണ്ട്. ഈ ഭാഗത്ത് തന്നെയുണ്ട്. മറുഭാഗത്തുണ്ട് ഒരു 1.5 ഏക്കർ. ഇവിടെ തന്നെ 2.5 ഏക്കർ സ്ഥലം ഇപ്പോൾ ഇവർ ഈ പറയുന്ന 3.5 കോടിക്ക് അപ്പുറത്ത് വാങ്ങിക്കുന്ന അതിനേക്കാളിലും കുറച്ചുകൂടെ സൗകര്യപ്രദമായിരുന്നു ഇതിനോട് ചേർന്ന് ഒന്നിച്ച് കിടക്കുമ്പോൾ ഒരു 7-8 ഏക്കർ സ്ഥലം ഒന്നിച്ച് നമുക്കൊരു ഗ്രൗണ്ടായിട്ട് കിടക്കുകയും ഇതിനകത്ത് 1 ഏക്കറിനകത്ത് നിർമ്മാണ പ്രവൃത്തി നടത്തിയാലും ഏകദേശം 6-7 ഏക്കർ സ്ഥലം നമുക്ക് സൗകര്യപ്രദമായിട്ട് ഇവിടെ ലഭിക്കുമായിരുന്നു. അതിന്റെ പുറകെ കാണുന്ന സ്റ്റേജിന്റെ പുറകെ കാണുന്ന ഒരു 2 നില വീടും 50 സെന്റ് വസ്തുവും ഉണ്ട്. നിങ്ങൾക്ക് അതും അന്ന് മുതൽ സൂം ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. സ്റ്റേജിന്റെ തൊട്ടുപുറയിലേക്ക് കാണുന്ന വീടും സ്ഥലവുമാണ്. ഇതിനോട് തന്നെ ചുറ്റി തന്നെ ഇഷ്ടംപോലെ 3 ഏക്കറിൽ പുറത്ത് സ്ഥലം ഇവിടെ കിടക്കുമ്പോൾ എന്തിനാണ് ഇത്രയും രൂപ കൊടുത്ത് അത്രയും ദൂരം? ഈ കസേര ഇരിക്കുന്ന ഭാഗത്താണ് ഏതാണ്ട് ഒരു 40 സെന്റ് ഓളം ഏകദേശം നിലമായിട്ട് കിടന്നു എന്ന് പറയുന്നത്. നിലം എന്ന് പറയുമ്പോൾ പണ കോരിയിട്ടിരുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ കസേര ഇരുന്ന ഭാഗത്താണ് ഏകദേശം 40 സെന്റോളം സ്ഥലം. അവിടെ ടാപ്പിംഗ് റബ്ബറായിരുന്നു എന്നുള്ളത്. പണ കോരിയിട്ടിട്ട് അതിൽ റബ്ബർ വെച്ചിരിക്കുമായിരുന്നു. ആ റബ്ബർ മുറിച്ച് മാറ്റിയതിനു ശേഷം ഈ കാണപ്പെടുന്ന ഇതെല്ലാം റബ്ബറായിരുന്നു. കുന്നുപോലെ നിന്ന ഭാഗത്തിനെ ഇടിച്ച ആ മണ്ണാണ് ഈ ഭാഗത്തോട്ട് നിരത്തിയത്. അതിൽ ഒരു ചട്ടി മണ്ണ് പോലും ഈ ഗ്രൗണ്ടിലേക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ചിട്ടില്ല. ഇനി ഇവർ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ചു എന്ന് പറയുന്നത് അതും കാണിച്ചു തരാം. ഈ വരുന്ന നമ്മുടെ എൻട്രൻസിൽ നിന്ന് വരുന്ന വഴിക്ക് വേണ്ടി അത്രയും കുഴി നികത്താൻ വേണ്ടി വെളിയിൽ നിന്ന് പല വീടുകൾ പൊളിച്ച കട്ടകളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് അടിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പും ഇതിൻ്റെ അഹോരാത്രം കഷ്ടപ്പെട്ട മണ്ണി കുഞ്ഞുമോനെയും ഷോബി ബാലനെയും പൗലോസ് പാസ്റ്ററേയും ഉൾപ്പെടുത്തി ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഷാജി ഗ്രീൻവാലി, അതുപോലെ തന്നെ MM ജോർജ്, ജോസച്ചായൻ എന്ന് വിളിക്കുന്ന ചെങ്ങന്നൂരുള്ള അച്ചായനെ, അങ്ങനെ 5 പേരെ പ്രതിയാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടന്ന തിരുവത്താഴ മേശയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് പച്ചക്കള്ളം പൊതുജനങ്ങളോട് അല്ലെങ്കിൽ വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ അതിയായ ദുഃഖമുണ്ട്. ഇവരൊക്കെ എന്ത് അഭിഷക്തന്മാരാണ്, അല്ല ഏത് നിലയിലുള്ള അഭിഷക്തന്മാരാണെന്നുള്ളതാണ് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ ഷായ്ചാൻ പറഞ്ഞതുപോലെ ഇവിടെ ടാപ്പിംഗ് റോഡോട് കൂടിയ പണയിൽ നിന്ന മരം മുറിച്ച് മാറ്റിയിട്ട് അത് ലെവൽ ചെയ്തു എന്നുള്ളതല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇവിടുത്തെ RSSകാരെന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് പേര് പന്തളത്തുള്ള അവർ 3 പേര് പോയി കളക്ടറേറ്റിൽ കേസ് പെറ്റീഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഉത്തരവിട്ടു അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വില്ലേജ് തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആകെപ്പാടുണ്ടെന്ന് ഈ 40 സെന്റ് വസ്തു നിലം അത് നിലമായിട്ടാണ് റെക്കോർഡിൽ കിടക്കുന്നത്. അത് മണ്ണിട്ടതായിട്ടാണ് അവർ കാണുന്നത്. ആ ഒരു രേഖയാണ് കളക്ടറിന് അവർ റിപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണിട്ടു അത് തിരിച്ചു ഓടണമെന്നും പറഞ്ഞുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഓർഡർ ഇട്ടത്. ഈ ഓർഡറിനെ നമ്മൾ മണ്ണ് പുറത്തുനിന്ന് കൊണ്ടൊന്നും ഇട്ടിട്ടില്ല, നിലവിലുള്ള പണം നമ്മൾ ലെവൽ ചെയ്തതേ ഉള്ളൂ എന്ന് നമ്മൾ തെളിവ് അടിസ്ഥാനത്തിൽ ഇതിന്റെ ഗൂഗിൾ പിക്ചർ വരെ എടുത്തുകൊണ്ട് ഇതിൻ്റെ അത് പിന്നെ മണ്ണ് നേരത്തെ ഉണ്ടായിരുന്നു എന്നും ഇവിടെ മരങ്ങളാണ് നിന്നിരുന്നത്, ടാപ്പിംഗ് മരങ്ങളാണ് ഇവിടെ നിന്നിരുന്നു എന്നുള്ളതിന്റെ എല്ലാം ഗൂഗിളിനകത്തുനിന്ന് പിക്ചർ എടുത്തുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഇതിന് സ്റ്റേ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. കോടതിക്ക് മനസ്സിലായി ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് മണ്ണിട്ടിട്ടില്ല എന്നും ഇത് മരം സ്ഥലമായിരുന്നു എന്നൊക്കെ കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് അന്നേരം തന്നെ സ്റ്റേ നമുക്ക് അനുവദിച്ചത്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്നിരിക്കെ ഈ നാട്ടുകാരായ ആരും പോയി ഈ വസ്തുവിന് ഈ പറന്തൽ ഗ്രൗണ്ടിനെതിരെ ആരും ഇന്ന് വരെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പരമസത്യം. ആ പരമസത്യം നിലനിൽക്കെ ഇന്നലെ ഞായറാഴ്ച നമ്മുടെ ജനറൽ ആരാധനയ്ക്ക് പൊതു ആരാധനയുടെ തിരുവത്താഴം മുന്നിൽ വെച്ച് നമ്മുടെ സൂപ്രണ്ട് TJ സാമുവൽ അവറുകൾ വ്യാജം പറഞ്ഞ് പൊതുജനത്തെ വിഡ്ഢികളാക്കി വിട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം
നാട്ടുകാരായ ഒരു മനുഷ്യരും ഒരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റ് കേസുകളോ ഈ പറന്തൽ ഗ്രൗണ്ടിനെതിരെ കൊടുക്കാതിരിക്കെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിശ്വാസികളിൽ എല്ലാവരുടെയും ചിരകാല സ്വപ്നവും ആഗ്രഹവുമായ ഈ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിനകത്ത് മണ്ണിട്ടു എന്ന് പറഞ്ഞ്, അനധികൃതമായി മണ്ണിട്ടു എന്ന് പറഞ്ഞ് ഇതിനകത്ത് അഹോരാത്രം പണിയെടുത്ത TV പൗലോസ് പാസ്റ്റർക്കും മണ്ണിൽ കുഞ്ഞുമോനും സോബി ബാലനും ഇതിൽ ഒന്നും പങ്കുചേരാത്ത ഷാജി ഗ്രീൻ വാലി, MM ജോർജ് എന്നീ സഹോദരന്മാർക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്ത് പ്രതികളാക്കിയിരിക്കെ ഒരു ശിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ശുശ്രൂഷകനാണല്ലോ റവറൻ TJ സാമുവൽ. ഈ TJ സാമുവലിൻ്റെ കൂട്ടു സഹോദരനാണ് അല്ലെങ്കിൽ കൂട്ടുവേലക്കാരനാണല്ലോ പാസ്റ്റർ പൗലോസ്. ഇവർ കൂട്ടു സഹോദരൻ അല്ലെ കൂട്ടുവേലക്കാരായിരിക്കെ ഒരാൾ മറ്റൊരാൾക്കെതിരെ ഒരു കേസ് കോടതി കൊണ്ട് കൊടുത്തിട്ട് വന്ന് ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് തിരുവത്താഴം പങ്കുകൊണ്ടെന്നുള്ളതാണ് വിശ്വാസിയായ എനിക്ക് ചോദിക്കാനുള്ളത്.